എഐനെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാം? ഇപ്പൊ നമ്മൾ പ്രോഗ്രാമേഴ്സ് ആണെന്ന് വിചാരിക്കും, നമ്മൾ പ്രോഗ്രാമിംഗ് വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പൊ എഐ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു പ്രോഗ്രാം എന്തുമാത്രം നമുക്ക് വിശ്വസിക്കാം? സോ അത് മനസ്സിലാക്കണമെങ്കിൽ എഐ എങ്ങനെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എഐ ഒരു ഹ്യൂമൻ തിങ്ക് ചെയ്യുന്ന പോലെ തിങ്ക് ചെയ്ത് ആണ് നമുക്ക് ഔട്ട്പുട്ട് തിരിച്ചു തരുന്നത്. നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു മീൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് തരണം, ഇതൊക്കെ നമ്മളൊരു ഹ്യൂമൻ ചിന്തിക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിപരമായി ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. ശരിക്കും അല്ല. അതിലേക്ക് എഐ എത്തുമായിരിക്കും, ഏജന്റിക് എഐ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അതിലേക്ക് എത്തുമായിരിക്കും. പക്ഷെ ആസ് ഓഫ് നൗ എഐ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് പ്രിഡിക്ഷൻ പാറ്റേൺ ആണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പ്രോംപ്റ്റിലെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട്, ആ ടെക്സ്റ്റ് പ്രിഡിക്ഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രിഡിക്ഷൻ മെക്കാനിസം ആണ് ഇന്ന് എഐ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രോംപ്റ്റ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നത്. സോ ആ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്താണോ, ആ ടെക്സ്റ്റിന്റെ ഓരോ ടെക്സ്റ്റ് വരുന്നതിനനുസരിച്ച് അതിന്റെ പ്രെഡിക്റ്റ് ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസം. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞോ. ഇതിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബേസ് പ്രിഡിക്ഷൻ, ഇന്ന ടെക്സ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇന്നത് പ്രിഡിക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു മെക്കാനിസം ആണ് ഇന്ന്. ആസ് ഓഫ് നൗ എഐ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് അപ്ഡേറ്റഡ് ആവും. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റത്തിനെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ആവശ്യപ്പെട്ടു, എഐ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തന്നു, ആ പ്രോഗ്രാം അങ്ങനെ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തു. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ, പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒന്നും അറിയാതെ അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടേക്കാം. സോ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നോളജ് പ്രോഗ്രാമിംഗിൽ ഉണ്ടാവണം, എന്നിട്ട് ഈ എഐനെ യൂസ് ചെയ്യണം. നല്ല നോളജ് നിങ്ങൾക്ക് ഉണ്ട്, എന്ത് എറർ വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഫിക്സ് ചെയ്യാനുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് എഐ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. സോ അതൊരു ഗ്രേറ്റ് കോമ്പിനേഷൻ ആണ്. അങ്ങനെ വേണം പ്രോഗ്രാമിംഗ് ചെയ്യാൻ.